ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇലയും കുർത്ത സ്റ്റിച്ച് ചെയ്യാനായിട്ട് അത് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി. അപ്പോൾ അത് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത തുണിയിൽ തയ്യൽ തുമ്പ് വരുന്ന ഭാഗങ്ങളിൽ അവിടെയൊക്കെ ചെറിയൊരു കട്ട് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗത്ത് അതുപോലെ തന്നെ സൈഡ് ഭാഗത്തൊക്കെ വരുന്നിടത്തൊക്കെ ഞാൻ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആം ഹോൾ രണ്ടും ഒരുമിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫ്രണ്ട് പാർട്ട് നമ്മൾ എടുത്തിട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇതിൽ വീനെക്ക് പോലെ കൊടുത്തിട്ട് അതിൽ ഫുൾ കോളർ വരുന്ന ടൈപ്പാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് വി പോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നേരിട്ട് തുണിയിൽ തന്നെയാണ് നമ്മളത് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു, അതുപോലെ തന്നെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് ചെയ്യുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കോളർ നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാര്യങ്ങളൊന്നും പറയണില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്ത് നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം പിന്നെ നെക്കിലെ ഫുള്ള് മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ ക്യാൻവാസിൽ കോളറിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ തുണിയിൽ നമ്മളത് ഫിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ കോട്ടൻ്റെ തുണി, നല്ല കട്ടിയുള്ള അജ്രക്കിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ലൈനിങ് ഇട്ടിട്ടില്ല. ലൈനിങ് ഇടാതെയാണ് ഞാൻ ഈ കുർത്ത സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇലയും കുർത്തയാണ്. നെക്കിലായാലും നമുക്ക് ഹെമ്മിങ് ചെയ്തിട്ട് വരുന്ന ക്യാൻവാസിൽ നമ്മൾ ചെയ്തെടുക്കുന്നതല്ലല്ലോ. അത് കാരണം നമുക്ക് ഹെമ്മിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ നെക്കായാലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ നെക്കൊക്കെ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്ലീവ് നമ്മൾ പിന്നെ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ തന്നെ സ്ലീവ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ സ്ലീവ് എടുത്ത് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തേക്കുന്ന കാരണം അതിൻ്റെ സെൻറ്റർ നമുക്ക് ചെറിയൊരു കട്ട് കൊടുത്ത് നമുക്കൊരു മാർക്ക് പോലെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ സ്ലീവിൻ്റെ അടിഭാഗം നമ്മൾ തയ്യൽ തുമ്പിട്ടുണ്ടല്ലോ അത് മടക്കി തയ്ച്ചിട്ടുണ്ട്. സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ല, സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അതും സെൻറ്റർ കണക്കാക്കി അതിൻ്റെ സെൻറ്റർ ഷോൾഡർ മാർക്ക് ചെയ്തതും നമ്മുടെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടി നല്ല വശങ്ങളും ചേർത്ത് വെച്ചിട്ട് സ്ലീവിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ ബോഡി നമ്മൾ അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ഭാഗം ഫുള്ളായിട്ട് നമ്മളത് അടിച്ചെടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ആം ഹോള് റൗണ്ട് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ 2-3 സ്റ്റിച്ച് അടിച്ചതിന് ശേഷം പിന്നെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഒരടിപ്പും കൂടി ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റിച്ചും കൂടി പുറത്തു കൂടി അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ അതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതുമ്മ കൂടെ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം എത്രയാണോ നമ്മൾ എടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്ലീവിൻ്റെ വണ്ണം നമ്മൾ 2 സ്ലീവും അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു സ്ലീവിൻ്റെ എടുത്തിട്ട് നമ്മൾ 2 അറ്റവും ചീത്ത വശത്തേക്ക് ഇട്ടിട്ട് തുണി ചീത്ത വശത്തേക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഇതുപോലെ 2 അറ്റങ്ങളും ചേർത്ത് വെച്ചിട്ട് നമ്മൾ എത്രയാണോ റൗണ്ട് ആ റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഫുള്ളായിട്ട് സ്ലീവും അതുപോലെ തന്നെ ബോഡിയിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായല്ലോ ആ മെഷർമെൻറ്റും കൂടെ നമ്മൾ ഫുള്ളായിട്ട് താഴത്ത് വരെ നമ്മൾ അടിച്ചു കൊടുക്കുക. മാർക്ക് ചെയ്തതിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ താഴത്തെ വശം നമ്മളൊന്ന് മടക്കി അടിക്കണം. താഴെ നമ്മൾ തയ്യൽ തുമ്പിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് ഏതെങ്കിലും 2 വശത്ത് നമ്മൾ സൈഡ് ജോയിൻ ചെയ്തല്ലോ അതിലേതെങ്കിലും ഒരു ഭാഗം നമ്മൾ എടുത്തിട്ട് അവിടെ നിന്ന് വേണം നമ്മൾ അത് മടക്കി തയ്ക്കാൻ. അപ്പം നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമുക്കൊരു ഭാഗം പിരിഞ്ഞ് പോയ പോലെ ഒന്നും ഒപ്പത്തിന് കിട്ടാത്ത പോലെയാവും. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് 2 മടക്കിയിട്ട് അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ഫുള്ള് റൗണ്ട് അടിച്ച് നമ്മൾ വീണ്ടും ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിയോടത്ത് തന്നെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ചുളുക്കൊന്നും ഇല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫുള്ള് റൗണ്ട് അടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ ഇലയും കുർത്തയുടെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സൈഡിൽ സ്ലിറ്റ് ഒന്നും വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ടോപ്പ് നമുക്ക് സ്വന്തമായിട്ട് തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.